എൻ്റെ എല്ലാ മാന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. വളരെ വർഷങ്ങളായി സ്വന്തം മകനെ കാണുവാൻ കഴിയാതെ വേദനയോടെ വിങ്ങലോടെ കാത്തിരുന്ന ഒരു മാതാവിൻ്റെ ദുഃഖം എത്ര വലുതാണ്. എന്നാൽ ആ മകൻ തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴുള്ള വേദന അതെത്രയോ ആഴത്തിൽ മുറിവേൽക്കുന്നതാണ്. ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ മനസ്സ് ആ മാതാവിനെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ്. ദീർഘനാളുകളായി കാണുവാൻ ആഗ്രഹിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ കാണുവാൻ കഴിയാതെ അവൻ രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ട് ഈ ഭൂമിയിൽ നിന്നും വേർപെട്ടു എന്നറിഞ്ഞ വാർത്ത എത്രയോ ആഴത്തിൽ ദുഃഖം നിലനിർത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഞാൻ ഒരു കാര്യം ചിന്തിച്ചത്, കാണുവാനായി കണ്ണ് കൊതിച്ചു. എത്രയോ സംവത്സരങ്ങളായി കാത്തിരുന്നു. ഒന്ന് പോയി കാണുവാൻ ദൂരം അനുവദിച്ചില്ല, പല തടസ്സങ്ങൾ. എന്നാൽ നഷ്ടപ്പെട്ടത് എത്ര വലുത്. എനിക്ക് ഈ സമയത്ത് പറയുവാനുള്ളത്, ദൂരത്തും വിദേശത്തുമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ മക്കളെ, മാതാപിതാക്കളെയൊക്കെ നമുക്ക് ഏതെങ്കിലും അവസരമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ കണ്ടിരിക്കണം. എപ്പോഴും പോകാൻ പറ്റിയില്ലെങ്കിലും ഒരവസരം കിട്ടിയാൽ അത് ചെയ്തിരിക്കണം. ഇനി അവസരം കിട്ടിയില്ലെങ്കിലും സമയം മുന്നോട്ട് അധികമായി പോകുന്നുവെങ്കിൽ നാം തിരിച്ചറിഞ്ഞ് നിശ്ചയമായിട്ടും പോയി കണ്ടിരിക്കണം. അത് മാതാവും പിതാവും മക്കളും മാത്രമല്ല, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം. അതുമാത്രമല്ല, നമ്മൾക്ക് കാണുവാൻ ആഗ്രഹമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഇഷ്ടമുള്ളവർ. നഷ്ടപ്പെട്ടു കഴിഞ്ഞ് പിന്നെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് വേദനിച്ചതുകൊണ്ട് എന്തർത്ഥം? നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അങ്ങനെ കാണുവാനായിട്ടൊക്കെ പലരുമില്ലേ? നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ, നമ്മുടെ കുടുംബബന്ധത്തിൻ്റെ സ്നേഹച്ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എത്രയോ പേർ, സഹോദരങ്ങൾ തമ്മിൽ കണ്ടിട്ട് തന്നെ എത്രയോ സംവത്സരങ്ങളായി. എല്ലാത്തിലും നമുക്ക് കാരണങ്ങളുണ്ട്. എന്നാൽ ഈ കാരണങ്ങൾക്ക് പലപ്പോഴും വിലയില്ലാതാവും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ, ഇനി അവസരം കിട്ടിയില്ലെങ്കിലും അത് ഉണ്ടാക്കി നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണേണ്ട സമയത്ത് കണ്ടിരിക്കണം. പിന്നീട് അത് നമുക്കൊരു ദുഃഖമായി മാറരുത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ബന്ധങ്ങളെ നിലനിർത്തുവാൻ, ആഴത്തിൽ സ്നേഹിക്കുവാനൊക്കെ നമുക്ക് കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു.